ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കാൻ പോണേ. സെമി ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. അതിനാവശ്യമായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പ്രോൺസിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള നമ്മൾ ഒന്നും വേണ്ട, പകുതി മതി, പകുതി സവാള എടുക്കുക. ഈ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ സോട്ട് ചെയ്യാം. അധികം അങ്ങനെ വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ, ഷാലോ ഫ്രൈ അല്ല, ഷാലോ അത്ര ഇതാക്കിയാൽ മതി, ഒരുപാടാക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ചെറുതായിട്ടായി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതിൻ്റെ പേസ്റ്റ് അതും കൂടെ അങ്ങോട്ട് ഇടുക. അത് കണ്ടോ, അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതി, ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട. ലൈറ്റ് ഗോൾഡൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് പ്രോൺസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിനല്ല, കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് പ്രോൺസൊക്കെ നല്ലതുപോലെ ആ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ ഇതായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് തക്കാളി ഒന്നും, ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തക്കാളി ഇതിൽ കിടന്ന് തന്നെ വേകുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു നോക്കൂ, അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളായിട്ടുള്ളതാണ്. കറിവേപ്പിലൊക്കെ എല്ലാവരും ഇട്ടോളുക. എൻ്റെ ഈ കറിവേപ്പില ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ഇട്ടുള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒടുക്കത്തെ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്നാലേ ഉള്ളൂ എനിക്കിനി വീഡിയോസ് ഇടാനുള്ളൊരു ഇത് വരുള്ളൂ. സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ടുള്ള ആരും തന്നെ കാണുന്നു